ഹായ് ഫ്രണ്ട്സ്, എസ് ബി ഐ ക്ലർക്കിന്റെ റിസൾട്ട് വന്നു. എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ ഞാനും എന്റെ റിസൾട്ട് ചെക്ക് ചെയ്തു. ഈ കാണുന്ന നമ്പേഴ്സിൽ ഒരാൾ ഞാനാണ്. സോ ഐ ആം വെരി ഹാപ്പി ആൻഡ് ഓൾസോ ഐ കൺഗ്രാറ്റുലേറ്റ് ഓൾ ഓഫ് യു ഹു ആർ സെലക്ടഡ് ആസ് SBI JA. ആൻഡ് ഓൾസോ എനിക്ക് പറയാനുള്ളത്, കിട്ടാത്തവർ ഒട്ടും വിഷമിക്കാൻ പാടില്ല. അതെനിക്ക് ഇന്ന് ആ അങ്ങനെ എനിക്ക് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്നോടും പല എക്സാംസിന് റിസൾട്ട് വരുമ്പോഴും പല ഫെയിലിയേഴ്സും ഞാൻ നേരിട്ടപ്പോഴും എന്നോട് കിട്ടിയ ആൾക്കാരും എന്റെ ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവിടെ ലൈഫ് അവസാനിച്ചിട്ടില്ല, നെക്സ്റ്റ് എക്സാം വരാറുണ്ട് അല്ലേ. നമ്മൾ ക്ലീഷ കേൾക്കുന്ന എല്ലാ മോട്ടിവേഷൻസും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ അന്നൊന്നും ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, വൺ ഡേ കിട്ടും, നിങ്ങളുടെ ഡേ ഇതല്ല, ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, അവർക്ക് കിട്ടിയോണ്ട് പറയുന്നതാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ബുദ്ധിമുട്ട് അറിയില്ലല്ലോ, ഞാൻ എത്ര എഫേർട്ട് ഇട്ടു, ഇതൊക്കെ ഞാൻ അപ്പോൾ ചിന്തിച്ചു പോവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആരുടെയും ഒരു ഉപദേശം ഞാൻ സ്വീകരിക്കാറില്ല. മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ അത്യാവശ്യം നമ്മുടെ വെൽക്കം കിറ്റ് വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ സാലറി സ്ലിപ്പ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സെൽഫ് മോട്ടീവ് ആവാറ്. സോ സോ ഇപ്പൊ ഞാൻ എന്നോട് പല ആൾക്കാരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, അത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്. അതായത് അതിൽ ഞാൻ എപ്പോഴും വിശ്വസിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അത് എന്നോട് പല ആൾക്കാർ പറയാറുമുണ്ട്, ഞാനത് ചെയ്തിട്ടുമുണ്ട്. സോ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ. അതായത് ഇപ്പൊ ഓഫ് കോഴ്സ് റിസൾട്ട് വന്നു, നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഒരു റിസൾട്ട് വെയിറ്റ് ചെയ്യാണ്. ഓഫ് കോഴ്സ് വന്നു, നെഗറ്റീവ് വന്നു. സോ നിങ്ങൾക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും. അത്യാവശ്യം എഫേർട്ട് ഇട്ട് പഠിച്ച എല്ലാ സ്റ്റുഡൻസിനും അത്യാവശ്യം വേക്കൻസി ഉണ്ട്. സോ SBI പോലത്തെ ഒരു ബ്രാൻഡഡ് ബാങ്കിലേക്ക് നമുക്ക് കിട്ടിയാന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഉണ്ടായിരിക്കാം. പക്ഷെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തകർന്നു പോകാൻ പാടില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യാ, നിങ്ങൾ വിഷമിക്കുക, വിഷമം വന്നാൽ നന്നായിട്ട് കരയുക, കരഞ്ഞ് കരഞ്ഞങ്ങ് തീർത്തേക്കുക. പിന്നെ വീണ്ടും അതിന്റെ ഒരു വിഷമം എടുത്തിട്ട് വരാൻ പാടില്ല. ഇന്ന് രാത്രി കൊണ്ടോ നാളെ കൊണ്ടോ അതിന്റെ വിഷമം അങ്ങ് തീർത്തിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രം സീറോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് എനിക്ക് എപ്പോഴും. ഇപ്പൊ ഞാൻ എന്റെ ഒരു എന്താ പറയാ, എന്റെ ഒരു അനുഭവം, എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാണ്. മുന്നേ ഇപ്പം കഴിഞ്ഞ RRBയും IBPS എക്സാംസും ഒക്കെ എനിക്ക് SBIക്കാളും എനിക്ക് കുറച്ചൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ RRBയും കഴിഞ്ഞ IBPS എക്സാംസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ജനുവരി 1-ാം തീയതിയും ഏപ്രിൽ 1-ാം തീയതിയും ഞാൻ കിടന്ന് കരയലായിരുന്നു. സോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ കരയാതെ പിടിച്ചു വെച്ച് നമ്മൾ ഒരു എന്താ പറയാ, അങ്ങനെയൊന്നും നമ്മൾ ഇമോഷണലി ഡൗൺ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ കരഞ്ഞ് അങ്ങ് തീർക്കുക. എങ്ങനെയാണോ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ നമ്മുടെ ഇമോഷൻ സെറ്റ് ആവുന്നത്, അത് ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല്, കിടന്ന് കരഞ്ഞ് ആ ഒരു വിഷമം തീർത്ത് നെക്സ്റ്റ് മൊമെന്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ക്വാണ്ട് ആണ്. സോ ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ചില സിനിമ കോമഡിയിലൊക്കെ പറയുന്നേക്കാം, അതുപോലെ എനിക്ക് ഡൗൺ ആയ സമയത്ത് ഞാൻ നേരെ രണ്ട് അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസും രണ്ട് സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടാണ് എന്റെ മൈൻഡ് സെറ്റ് ആക്കാറ്. അല്ലെ വേണമെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഒരു പ്രിലിംസിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ മൈൻഡ് സെറ്റ് ആക്കാറുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എപ്പോഴും ഡൗൺ ആവില്ല. വൺ ഡേ അപ്പ് ആവും. ആ ഒരു ഡേ ആണ് ഇന്നാണ് ആ ഒരു ഡേ, നിങ്ങൾക്കത് നെക്സ്റ്റ് ഡേ ആയിരിക്കാം. ഓക്കെ, സോ എന്ത് ചെയ്യാ, തളർന്നു പോവാതെ അപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതായത് ഞാൻ ഈ 2024 എക്സാംസിൽ സ്റ്റോപ്പ് ചെയ്യണോ, അല്ലെ 2025 സീരീസ് ഓഫ് എക്സാംസ് ഞാൻ അറ്റൻഡ് ചെയ്യണോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പറ്റില്ല എന്ന്, അങ്ങനെ നിങ്ങൾക്ക് ഇത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു സ്ട്രോങ് ഡിസിഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾക്ക് ഇത് പറ്റും. അതായത് ഞാൻ പറയുന്നത്, അത്യാവശ്യം കുറച്ച് സ്ട്രെസ്സും സ്ട്രഗിളും ഒക്കെ ആവശ്യമുള്ള എക്സാംസ് ആണ്. അപ്പോ എന്ത് വേണം, നമ്മൾ എക്സാം എഴുതുമ്പോഴും അതിന്റെ റിസൾട്ട് ആയിക്കോട്ടെ, എക്സാംസ് എഴുതുന്നതായിക്കോട്ടെ അല്ലെ, അപ്പോ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഇങ്ങനെ കുറെ കടമ്പകളുണ്ട്. സോ ഇതൊക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ മെന്റലി സെറ്റ് ആണെങ്കിൽ മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യുക. അല്ല, ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആൾക്കാർ മെന്റലി സെറ്റ് ആവുക. അല്ലാതെ ഇപ്പൊ നെക്സ്റ്റ് ഒരു എക്സാമും കൂടി ഇല്ലേ, അതുകൂടി ഒന്ന് എഴുതി നോക്കിയിട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കരുത്. നമ്മൾ ഒരു വർഷത്തെ സീരീസ് ഓഫ് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. കാരണം ഇപ്പൊ നമുക്ക് യൂഷ്വലി RRB എക്സാംസ് ആണ് ആദ്യം ഉണ്ടാവുക, നെക്സ്റ്റ് IBPS, നെക്സ്റ്റ് SBI. സോ നമ്മൾ ഓരോന്നിന്റെ മെയിൻസ് എഴുതി വരുമ്പോഴാണ് നമ്മൾ അതിൽ എക്സ്പെർട്ട് ആവുകയും നമുക്ക് അത് ഏതെങ്കിലും ഒന്ന് ക്രാക്കായി കിട്ടുകയും ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, SBI ക്ലർക്ക് മെയിൻസ് റിസൾട്ട് വന്നിട്ട് ഇതുവരെ നേരാവണ്ണം പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് അല്ലെ.
സോ എക്സാം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കണ്ടിന്യൂസ് എക്സാംസ് ആണ്. സോ എന്ത് ചെയ്യാം, പഠിക്കുവാണ്, എഫേർട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ 100% ഇടുക. നിങ്ങളിപ്പോ IBPS ക്ലർക്കിന് വേണ്ടിയിട്ട് 100% ഇട്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അതിന്റെ തൊട്ടടുത്ത എക്സാം എഴുതുമ്പോഴായിരിക്കും കിട്ടുക. ഏതാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം. ഇപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇപ്പൊ പല പല ആൾക്കാരും എന്താ പറയാ, ഈവൻ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്റെ മുഖത്തൊക്കെ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത്, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അപ്പൊ എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നയാളെ പോലെ പഠിക്കൂ എന്ന്. എന്റെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ, എന്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എന്റെ സ്കോറും എന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ എക്സാമ്പിൾ ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന കുട്ടിയെ പോലെ പഠിക്കൂ എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലേക്ക് വന്നിട്ട് ഞാൻ ഇവിടെ ഓരോ എക്സാംസും ഫെയിലർ ആയി പോയി, എന്റെ ലൈഫ് ഇങ്ങനെ ഫെയിലർ ആയി പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ മുഖത്ത് നോക്കി ആദ്യം പറഞ്ഞ ഇത്തരം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഡിഗ്രിയും PG ഒക്കെ എടുക്കുന്നത്, അവളെ പോലെ ആവില്ലേ എന്നുള്ളത്. സോ എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അതായിരുന്നു. അതായത് ഒരു ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, ഇന്നയാളെ പോലെ ആവില്ല. അപ്പൊ ഒരു നാളെ എന്നെ നോക്കിയിട്ട് എന്നെ പോലെ ആവാൻ വേണ്ടിയിട്ട് പല കുട്ടികളോടും പറഞ്ഞ മാതാപിതാക്കള് അന്ന് ഇപ്പൊ എന്നെ നോക്കിയിട്ട് പറയാണ്, ഇതുപോലെ ഒന്നുമില്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട അവസ്ഥ വരില്ലേ, സോ നിങ്ങൾ ഇങ്ങനെ പഠിക്കണ്ട, എന്തെങ്കിലും പ്രൈവറ്റ് ജോലിക്ക് പൊക്കോളൂ എന്നുള്ളൊരു അഡ്വൈസ് കൊടുക്കുകയാണ്. സോ ഒരു തവണ ഞാൻ ഒരാൾക്ക് എക്സാമ്പിൾ ആയി മാറിയ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് എക്സാമ്പിൾ ആയിട്ട് വന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവായിട്ട് എക്സാമ്പിൾ വന്ന സമയം ഉണ്ടായിട്ടുണ്ട്. സോ ഓരോ എക്സാം ഫെയിലർ ആവുമ്പോഴും ഞാൻ ഓഫ് കോഴ്സ് എന്റെ പാരന്റ്സിനെ ആലോചിക്കും, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന എന്റെ വെൽവിഷേഴ്സിനൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഞാൻ എപ്പോഴും എന്റെ ഒരു മോട്ടിവേഷനായി ഞാൻ എടുക്കുന്നത് ഇത്തരം കുറച്ച് ആൾക്കാരാണ്. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും അവിടെയുള്ള ഇത്തരം ആൾക്കാരുടെ നോട്ടങ്ങള്, അല്ലെങ്കിൽ എന്താ പറയാ, ലോകത്ത് ഫെയിലിയർ കണ്ടുപിടിച്ചത് ഞാനാണെന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും എന്നോടുള്ള ഒരു എന്താ പറയാ, ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നത്. സോ ഇവരെയൊക്കെ മുന്നിൽ ഒരു ദിവസം എനിക്ക് തലയുയർത്തി നിൽക്കണം, അല്ലെ, ഇവർക്കൊന്നും മറുപടി കൊടുക്കാനല്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞതിനും നിങ്ങൾ കാണിച്ചതിനുള്ള മറുപടി ഇതാണ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ദിവസമെങ്കിലും ഇവരുടെ മുന്നിൽ തലയുയർത്തി അഭിമാനത്തോടെ നിൽക്കണം എന്നുള്ള ഒരു ഫീലിലാണ് ഞാൻ വീണ്ടും വീണ്ടും പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ഓരോ റിസൾട്ട് വരുമ്പോൾ വലിയ വലിയ ഗ്യാപ്സ് എടുക്കാറില്ല. സോ ഗ്യാപ്പ് വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല, അല്ലാതെ ഡൗൺ ആയി നിൽക്കുകയാണ്, മെന്റലി പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു എന്താ പറയാ, നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട്, ഞാൻ എപ്പോഴും പറയും, ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ടഫ് ആയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് എടുത്ത് പഠിക്കാൻ പാടില്ല. ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട് എടുക്കുക, 2 പ്രോബ്ലംസ് ചെയ്യുക, ഒരു 1 അവർ പോട്ടെ, ഒരു ഹാഫ് ആൻ അവർ പഠിക്കുക. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അതൊരു 1 അവർ ആക്കി എടുക്കാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവും, അത് 100% ഷുവർ ആണ്. സോ ഇനിയിപ്പം 2025 സീരീസ് ഓഫ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. സോ എന്ത് ചെയ്യാ, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പം റിസൾട്ട് കിട്ടിയ ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം, അവരൊക്കെ അത്യാവശ്യം നന്നായി പല ആൾക്കാരുടെയും ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഇനി ഒരു എക്സാം ഇല്ല, ഇനി അവർക്ക് എഴുതാൻ എക്സാം ഇല്ല എന്ന രീതിയിൽ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഒരുപാട് ആൾക്കാരുള്ളത്. സോ പിന്നെ ഒരുപാട് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്ത് പ്രതീക്ഷിച്ചെന്ന് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് ഞാൻ എത്ര കാലമായി പഠിക്കുന്നു, അല്ലെ എനിക്ക് എന്താ ഇങ്ങനത്തെ അവസ്ഥ, ഇത് ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലത്തെ ഒരു 1000 ആൾക്കാരുണ്ട്. ഇപ്പൊ കിട്ടിയ എന്നെപ്പോയ ഒരു 1000 ആൾക്കാർ ഉണ്ടെങ്കിൽ കിട്ടാതെ നിങ്ങളെപ്പോലത്തെ ഒത്തിരി ആൾക്കാർ ഉണ്ട്, നിങ്ങളെക്കാളും സ്ട്രഗിൾ ചെയ്ത ആൾക്കാരുണ്ട്. സോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും, ഓരോ എന്താ പറയാ, ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള ഓരോ സമയവും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ഈ ഒരു ഏജിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ഏജിൽ നിങ്ങൾ എഫേർട്ട് ഇടുക, മാക്സിമം എഫേർട്ട് ഇടുക, ദെൻ വൺ ഡേ റിസൾട്ട് കിട്ടും. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈവൻ ഞാൻ കഴിഞ്ഞ വർഷം നിർത്താം, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ വർഷം ഞാൻ എല്ലാ മെയിൻസും എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് മിസ്സായി പോവാണ്. അപ്പൊ എനിക്ക് തന്നെ എന്റെ പാരന്റ്സും ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ, എന്തോ ഒരു ലക്ക് കുറവാണ്, അല്ലെ, അത്യാവശ്യം പഠിക്കുന്നുണ്ട്, അത്യാവശ്യം സ്കോർ ഉണ്ട്, പക്ഷെ എന്തോ അങ്ങോട്ടേക്ക് ആ ഒരു ബോർഡർ കടക്കുന്നില്ല, അപ്പൊ എന്തോ ഒരു ലക്ക് കുറവാണ്. അപ്പൊ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഇത് ഞാൻ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, കാരണം ഞാൻ ഒരു പുഷ് എനിക്ക് അങ്ങോട്ടേക്ക് ബോർഡർ കടക്കാനുള്ള ഒരു പുഷ് എനിക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും തോറ്റ്, ഞാൻ ഈവൻ കഴിഞ്ഞ വർഷം ഞാൻ ഇനി പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ച്
ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ചൊരു ആളായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാനിപ്പോ ഇത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഇട്ട എഫേർട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരാൾക്കാരെ ഇപ്പൊ ഞാനിപ്പോ വേറെ എന്ത് ജോലി ചെയ്താലും എന്നോട് നാളെ ഒരാൾ ചോദിക്കും ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് എന്തായി ഒന്നും ആയില്ല അല്ലേ. അപ്പൊ ഞാൻ നാളെ ഇതിന്റെ ഡബിൾ സാലറി വാങ്ങുന്ന ഒരു ജോലി കിട്ടിയാലും എനിക്ക് എപ്പോഴും എന്റെ ലൈഫിൽ എനിക്ക് എന്നോട് തന്നെ ഒരു കുറ്റബോധമായിരിക്കും. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ട് അതിനൊരു പോസിറ്റീവ് റിസൾട്ട് എനിക്ക് വന്നില്ലല്ലോ. ഈ ഒരു കുറ്റബോധം എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് എനിക്ക് തോന്നി. അതായത് ഞാനൊന്ന് വിജയിച്ച് കാണിക്കാൻ എനിക്ക് തോന്നി. ഈവൻ ജോബ് കിട്ടുന്ന ജോബ് പറ്റുന്നില്ലെങ്കിൽ ആ ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം. അത്ര പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു റിസൾട്ട് കിട്ടുക, ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുക, നാലാൾക്കാരോട് അത് പറയാൻ പറ്റുക എന്നുള്ള ഒറ്റ ഒരു അതാ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജോലി, എന്താ പറയാ, സെക്യൂർഡ് ജോലി, സാലറി ഇത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഫെയിലിയേഴ്സ് ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ പിന്നെ ജോലി, സാലറി എന്നുള്ളതിന് പുറമെ ഈ കളിയാക്കുന്നവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുക, സമൂഹത്തിൽ തലയുയർത്തി നിൽക്കുക, ഈ ഒരു ഫീലാണ് പിന്നെ വരിക. എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പം ജോലി കിട്ടി, ഇപ്പൊ എനിക്ക് SBI ക്ലർക്ക് റിസൾട്ട് വന്നിട്ടും എനിക്ക് ഞാൻ ഇന്നാണെന്ന് അറിഞ്ഞിട്ടും എനിക്ക് ആ ഒരു മൊമെന്റ് എനിക്ക് കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പം ഇനി എല്ലാ എന്താ പറയാ സമൂഹത്തിൽ എനിക്ക് ഒരു വില കിട്ടി, അല്ലെ എനിക്ക് ആൾക്കാരുടെ മുന്നിൽ ആൻസർ കിട്ടി പറയാൻ, അല്ലെങ്കിൽ ഡിഗ്രിയും PGയും പഠിച്ച കുട്ടികൾക്ക് അവസരങ്ങൾ ഇങ്ങനെ ഉണ്ട്, അവര് വേസ്റ്റ് അല്ല, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കണ്ട, നമ്മൾ ഈ അച്ചീവ്മെന്റ് വാങ്ങിയിട്ട് അവരുടെ മുമ്പിലേക്ക് നിന്ന് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ആ ഒരു ഇതായിരുന്നു. അത്ര പോലും ആ ഒരു സാലറിയോ ആ ഒരു അതിലേക്ക് എന്റെ മൈൻഡ് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. സോ എന്താണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത്, ആരുടെയെങ്കിലും വാക്കുകളാണോ, അല്ലെങ്കിൽ ഈവൻ അത്യാവശ്യം പൈസ ഒക്കെ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവര് വിചാരിക്കും ഒരു മന്ത്ലി ഒരു 10,000 കിട്ടുവാണെങ്കിൽ എന്റെ ലൈഫ് എത്ര ഓക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന സ്റ്റുഡൻസ് എന്ത് ചെയ്യാ, സാലറി ഓരോ മന്തും ഇപ്പൊ ഓരോ മന്ത് ലാസ്റ്റ് സാലറി ക്രെഡിറ്റ് ആകുന്നത് തന്നെ സ്വപ്നം കണ്ട് 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 അതിന്റെ മുകളിൽ വർക്ക് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത്, അപ്പൊ കുറച്ച് ആൾക്കാരുടെ കമ്പാരിസൺ ആയിരിക്കാം, അല്ലെ കുറച്ച് ആൾക്കാരുടെ കുത്തുവാക്കുകളായിരിക്കാം. അപ്പൊ എന്താണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോട്ടിവേഷൻ ആയിക്കൊണ്ട് മുന്നോട്ട് പോവുക. സോ ഇനിയുള്ള 2025 എക്സാംസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്റെ സ്ട്രാറ്റജീസ്, ഞാൻ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ ഓരോ സെക്ഷൻസും എങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ള സ്ട്രാറ്റജീസ് ഞാൻ പറയാവുന്നതാണ്. പക്ഷേ ഞാൻ ചുമ്മാ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആരെങ്കിലും ഒരു കമന്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ ആയിട്ട് ഓരോ വീഡിയോസ് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.